എന്നത് കേരളത്തിന്റെ സാംസ്കാരികോത്സവമാണ്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ആഘോഷമായാണ് നാം ഓണത്തെ നോക്കിക്കാണുന്നത്. അതിൻ്റെ പിന്നിൽ മനഃശാസ്ത്രപരമായ പല ആശയങ്ങളും നമുക്ക് കണ്ടെത്താൻ കഴിയും. സമൂഹത്തോട് ചേർന്നിരിക്കാൻ വളരെയധികം ആകാംക്ഷ കാണിക്കുന്ന ഒരു വിഭാഗമാണ് മനുഷ്യൻ. എല്ലാ കുടുംബാംഗങ്ങളും ഒരുമിച്ച് വരുന്നതും കുട്ടികളും മുതിർന്നവരും ഒരുമിച്ച് കളിക്കുകയും ഭക്ഷണം പങ്കുവയ്ക്കുകയും ചെയ്യുമ്പോൾ ഓരോ വ്യക്തിക്കും താൻ ഒരിടത്ത് ഉൾപ്പെടുന്നവനാണ് എന്ന ഉറപ്പും സംതൃപ്തിയും നൽകുന്നു. നൊസ്റ്റാൾജിയ എന്നത് പോസിറ്റീവ് ഇമോഷനായാണ് പഠനങ്ങൾ പറയുന്നത്. മനസ്സിന് സന്തോഷം നൽകുന്ന പഴയ ഓർമ്മകൾ ഓർത്തെടുക്കുന്നതിലൂടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. മനസ്സിന് സന്തോഷം നൽകുന്ന പഴയ അനുഭവങ്ങൾ ഓർത്തെടുക്കുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു. പൂക്കളം, ഓണസദ്യ, ഓണപ്പാട്ടുകൾ എന്നിവ മനസ്സിന് സന്തോഷമുണ്ടാക്കുന്നതിനു പുറമെ ബാല്യത്തെ ഓർമ്മപ്പെടുത്തുക കൂടി ചെയ്യുന്നു. ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നത് മാനസികാരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഓണം പോലുള്ള ആഘോഷവേളകളിൽ ആളുകൾ അവരുടെ സ്നേഹം, സന്തോഷം എന്നിവ തുറന്ന് പ്രകടിപ്പിക്കുന്നു. മനുഷ്യന്റെ സ്വഭാവ രൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഒന്നാണ് കൾച്ചറൽ ഐഡന്റിറ്റി. ഒരാളുടെ നാടിനോടുള്ള ബന്ധം അവരുടെ ആത്മസംതൃപ്തിയിലും ആത്മബലത്തിലും വലിയ പങ്ക് വഹിക്കുന്നു. പാരമ്പര്യ ഭക്ഷണങ്ങൾ, ഓണപ്പാട്ടുകൾ, മഹാബലിയുടെ കഥ തുടങ്ങിയവയൊക്കെ തന്നെ നമ്മളെ നമ്മുടെ പാരമ്പര്യത്തോടൊപ്പം ചേർത്ത് നിർത്തുന്നു. ഓണം ഒരു മഹത്തായ ഉത്സവം മാത്രമല്ല, അതൊരു മനഃശാസ്ത്രപരമായ സമഗ്ര അനുഭവം കൂടിയാണ്. അത് നമ്മുടെ മനസ്സിന് സന്തോഷം, ആത്മബലം, ശാന്തത, സൗഖ്യം എന്നിവ നൽകുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.